ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഭീകരമായ ഒരു വീഴ്ച നമ്മൾ കണ്ടു. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് ഞാൻ രാവിലെ മാർക്കറ്റിൽ ലെവൽ ഇട്ടതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ട്രാവൽ ചെയ്ത് ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത്. വഴിയിൽ വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ രാവിലെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടി പോയതാണ്. കടന്ന് വന്നതിന് ശേഷം വന്ന് കണ്ട ഭീകരമായ വീഴ്ച എന്താ പറയേണ്ടത്, അതൊക്കെ ഒരു മാർക്കറ്റിൻ്റെ പൊതു സ്വഭാവമാണ്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലാഭം നിങ്ങളുടെ നഷ്ടം അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതേ വാചകം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ലാഭം നിങ്ങളുടെ നഷ്ടം അതെന്താണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ശരിയല്ലേ? അല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം അവറാച്ച എന്നുള്ള സ്വഭാവ രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. എപ്പോഴും നമ്മൾക്കൊരു മറുവശം നമ്മൾ ഏത് സൈഡിലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും നമ്മുടെ ഉത്ബോധ മനസ്സിൽ ഇതിനൊരു മറുവശം ഉണ്ട് എന്നൊരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം. മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. എന്നും എപ്പോഴും ഞാൻ അവൈലബിൾ ആവണം നിർബന്ധമില്ല, അല്ല ഞാൻ കാണണം നിർബന്ധമില്ല. അല്ലെങ്കിൽ നാളെ ഞാനിത് കൂട്ടിക്കെട്ടി പോയെന്നിരിക്കാം. അപ്പോൾ നാളെ നിങ്ങൾ എന്ത് ചെയ്യും? പലരും സാറേ ലെവൽസ് അടുത്ത ലെവൽ എത്രയാണ്, അടുത്ത ലെവൽ എത്രയാണ്, പലരും ഇൻബോക്സിൽ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ, വീക്കിലി അനാലിസിസ് പ്രത്യേകിച്ച് കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ ലെവൽസ് എല്ലാം ക്ലിയർലി ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇന്ന് മിഡ് ക്യാപ്പിന് 13,500 താഴോട്ട് ലെവലില്ലായിരുന്നു, ശരിയാണ്. പക്ഷേ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം മുന്നേ പോയുള്ള ഏതെങ്കിലും ഒരു വീക്കിലി അനാലിസിസ്, ഇപ്പോൾ ഞാൻ അവൈലബിൾ ഇല്ല, ഞാനില്ല, അല്ലെ എന്നെ കിട്ടുന്നില്ല, ലെവൽ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ 2 മാസം പുറകോട്ടുള്ള ഏതെങ്കിലും ഒരു വീക്കിലി അനാലിസിസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ലെവൽസ് കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും താഴോട്ട് ലെവൽസിന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 മാസത്തെ ഒരു പ്രീവിയസ് വീക്കിലി അനാലിസിസ് നിങ്ങൾ പോയി കാണുക. ലെവൽസ് അവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കൂടെ ഒന്ന് സ്വയം ഇത് കണ്ടെത്താനൂടെ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു സുനിൽ ചെറിയാനോ അല്ലെ എക്സ് ഓർ വൈ ആരാണെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, ആശ്രിതത്വം കുറയ്ക്കുക. ഓക്കെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ എപ്പോഴും സ്വയം പര്യാപ്തത നേടാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് വരാം. ഇന്ന് മാർക്കറ്റ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അതിനകത്ത് എഴുതിയേക്കുന്നതാണെങ്കിൽ എവിടെ ഇപ്പം ചൈനയ്ക്ക് ടാക്സ് അടിച്ചു, ഇന്ത്യൻ മാർക്കറ്റ് വീണു. പിന്നെ യൂറോപ്പിന് താരിഫ് അടിച്ചു, നമുക്ക് പണി കിട്ടി. പിന്നെ വിയറ്റ്നാമിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി, നമുക്ക് പണി. അപ്പോൾ യുക്രൈൻ പിന്നെ റഷ്യ യുദ്ധം വന്നു, നമുക്ക് പണി. ഇപ്പം ഏത് വഴി കൂടെ പോയാലും, ഏത് പെരുന്നാൾ വന്നാലും കോഴിക്ക് കടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ കണക്കാണ്. ഏത് വഴി പോയാലും ഇതെല്ലാം ബാധിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെയാണ്. ഓക്കെ, മറ്റുള്ള മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലൊക്കെ നിൽക്കുന്ന മാർക്കറ്റുകളാണ്. അപ്പോൾ അവർക്ക് ഈ ഫോളൊന്നും വലിയ പ്രശ്നമുള്ളൂ. ഇപ്പം ഡൗ ജോൺസിനെ ഫ്യൂച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിയിരിക്കുകയാണ്. പക്ഷേങ്കിൽ അവരൊക്കെ വെരി ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ പൊട്ടലൊന്നും ഒരു വിഷയമല്ല. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ല. പല പ്രാവശ്യം ഓൾ ടൈം ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന്, വീണ്ടും ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന്, ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് സംഭവിച്ചത്? അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് പൊട്ടുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 3-4 മാസമായിട്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ഡേറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? FISൻ്റെ ഷോർട്ട് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? FIS കാര്യമായിട്ട് ഒരു ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തക്കതായ കാരണം ഉണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ ഫോളോയോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ശരിയല്ലേ? ഇത്രയൊക്കെ മാർക്കറ്റ് പോയി മുകളിലോട്ട് 25, 200, 300 ഒക്കെ പോയപ്പോഴും FIS 89%, 90% ഷോർട്ട് സൈഡ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ കൺവിക്ഷൻ, അല്ലെ കൃത്യമായ ന്യൂസ് ഉണ്ട്, അല്ലെ കൃത്യമായ പിന്നെ പഠനമുണ്ട്. ഇന്ന രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വരും, അല്ലെ ഗ്ലോബൽ ന്യൂസ് ഇങ്ങനെ വരും എന്നുള്ളത് മുന്നേ കൂട്ടി അറിയാനുള്ള സോഴ്സുകൾ അവർക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് രാവിലെ 9:15 എഴുന്നേറ്റ് വന്ന് കണ്ണും തിരുമ്പി സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവരല്ല അവരെല്ലാ സൈഡുകളും ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പം നമ്മുടെ ലാഭവും നമ്മുടെ നഷ്ടവും അതെന്താണെന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ഇന്നൊരു എക്സാമ്പിളോടെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഞാൻ
പിന്നെ രാവിലെ പറഞ്ഞിരുന്നു നമ്മൾ ഇന്നലെ മുതൽ വരച്ചിട്ടൊരു ബോക്സാണ് ഇവിടെ അല്ലേ, ഈ ബോക്സ് പാറ്റേൺ. ഞാൻ പറഞ്ഞു ഈ ബോക്സ് പാറ്റേൺ പൊട്ടി. ഓക്കെ, ഈ ബോക്സ് പാറ്റേൺ പൊട്ടി. അപ്പോൾ ഇതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇതിന് മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഓക്കെ, അപ്പം ഈ ബോക്സിനകത്ത് കയറി ഈ ബോക്സ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകുമെന്ന് ഞാൻ രാവിലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ, ഇത് രാവിലത്തെ വോയിസിലും പറഞ്ഞു, ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. എപ്പോഴാണോ ഈ ബോക്സ് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് പറഞ്ഞു. അപ്പം ഞാൻ വാദത്തിന് വേണ്ടിയോ അല്ല നിങ്ങളെ എൻ്റെ ഞാൻ പറഞ്ഞത് ഖണ്ഡിക്കാൻ വേണ്ടിയോ ഒന്നും അല്ല ഈ പറയുന്നത്. മാർക്കറ്റ് ഈ രാവിലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഈ സംഭവം ബ്രേക്ക് ചെയ്ത് നേരെ താഴോട്ട് പോയിരുന്നു. ഈ ബോക്സ് ബ്രേക്ക് ചെയ്തു, വീണ്ടും അത് കറക്റ്റ് ആ ബോക്സിൻ്റെ ലൈന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു അല്ലേ. എപ്പോഴും പറയാം, ഒരു സപ്പോർട്ട് പൊട്ടി മാർക്കറ്റ് തിരിച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ സപ്പോർട്ട് എപ്പോഴും വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് പൊട്ടി 25,500 എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് പൊട്ടി ശേഷം നമ്മളിവിടെ താഴെ ഒരു പ്രീവിയസ് സപ്പോർട്ട് വരച്ചിട്ടുണ്ട് 25,453. അപ്പം അത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് 25,500 വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകാൻ ശ്രമിച്ചു. വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും അതേ പോയിന്റിൽ തന്നെ റിജക്ട് ചെയ്തു. അപ്പം ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു ഫോളോ, ഒരു വൺ സൈഡ് റാലി നമുക്ക് കിട്ടി. എത്ര പേര് പിടിച്ചു എന്ന് എനിക്കറിയത്തില്ല, അല്ല സി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല. ഓരോരുത്തരും നിങ്ങളുടെ ഇത് കമൻറ്റ് ചെയ്യുക. എന്താ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് ട്രേഡ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി കാണും, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ എൻ്റെ നഷ്ടം എവിടെ വരെയാണ് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്നത്തെ ട്രേഡോടുകൂടെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഇന്ന് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ആ ഭാഗം അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത്, നിങ്ങൾ മാർക്കറ്റ് പൊട്ടി നമ്മൾ പറഞ്ഞ 25,333 ലാസ്റ്റ് പറഞ്ഞ സപ്പോർട്ട് അതും പൊട്ടിയതിന് ശേഷം ഞാൻ വരയൊന്നും വരച്ചില്ല. കാരണം വരയ്ക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതിന് താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ താഴെ ഇവിടെ വരയ്ക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതിന് താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഡേ വൈസിൽ കുറേ നാളുകൾക്ക് മുന്നേ വരച്ച ട്രെൻഡ് ലൈനാണ് ഇവിടെ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ, ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ചാനലിനകത്ത് കൂടാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചാനലിൻ്റെ താഴത്തെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് ഈ കാണുന്ന സാധനം. ഡേ വൈസിൽ ഈ കാണുന്ന സാധനം ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. മനസ്സിലായി പറഞ്ഞത്. അപ്പം ഇവിടെ മാർക്കറ്റ് എത്തി സാധാരണഗതിയിൽ പലപ്പോഴും റീബൗണ്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇത് ടെസ്റ്റ് ചെയ്ത് ഇവിടെ തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത്. കാരണം പ്രീവിയസ് ഹിസ്റ്ററി പറയുന്നത് അങ്ങനെയാണ്. പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഈ ട്രെൻഡ് ലൈൻ പല പ്രാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകി തിരിച്ചു വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തു, വീണ്ടും പോയി, വീണ്ടും തിരിച്ച് ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ എത്രയായി? 1, 2, 3, 4, 5 പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ്ലി. അപ്പോൾ വീണ്ടും 6ാമത്തെ പ്രാവശ്യം ഈ ഏരിയയിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ടെസ്റ്റ് ചെയ്ത് കയറിപ്പോവുമോ 25,000 ഇതുകൊണ്ട് ഏകദേശം സന്ധിക്കുന്ന ആ ഒരു ലെവലാണ് ഈ ഡേ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ശ്രദ്ധിക്കാനുള്ള ഈ ഡേ ക്യാൻഡിൽ മാത്രം, വേറെ കൂടുതൽ ഡയലോഗുകളൊന്നും പറയാനില്ല. ഈ ട്രെൻഡ് ലൈൻ മാത്രം നമ്മൾ വാച്ച് ചെയ്യുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡേ വൈസിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു റാലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രീ ബജറ്റ് റാലി ഒരു പക്ഷേ ഇവിടുന്ന് ആരംഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വളരെ മോശമാണ്. ഈ ട്രംപിനെ കൊണ്ട് നമുക്ക് യാതൊരു കടക്കപ്പുറത്തി ഇല്ലാതായി വന്നേക്കാണ്. ഓക്കെ, പുള്ളി ഒരു എന്താ പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാളുടെ പ്രകൃതിയാണ് പുള്ളി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഒരു വലിയ ലോക പോലീസിൻ്റെ തലവനായിട്ടിരിക്കുന്ന ഒരാൾ കാണിക്കുന്ന ഓരോ പരിപാടികൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നും ഇല്ലേ. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ളത് തന്നെ നമുക്ക് ആശ്ചര്യമാണ്. അപ്പം പുള്ളിയുടെ ഡയലോഗുകൾ ഓരോന്നും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാ പോട്ടെ, നമ്മളത് വെറുതെ ചർച്ചയാക്കേണ്ട കാര്യമില്ല, പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വളരെ മോശമാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം US ഫ്യൂച്ചർ നല്ല രീതിയിൽ പൊട്ടി നിൽക്കുകയാണ്. ഏകദേശം ഇവിടെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 300 പോയിന്റ്, രാവിലെ 300-400 പോയിന്റ് അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ 279 പോയിന്റ് US ഫ്യൂച്ചർ പൊട്ടി നിൽക്കുകയാണ്. അപ്പം ഈ പൊട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വീണത്. പിന്നെ ഇവിടുന്ന് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ നിഫ്റ്റി റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം, ഇന്ന് പിന്നെ എക്സ്പയറിയുടെ വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. ന്യൂസുകൾ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് യൂറോപ്പുമായിട്ട് ട്രംപിൻ്റെ ഈ കൊമ്പുകോർക്കൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നാറ്റോയും
ആയിട്ട് നാറ്റോയിലെ ഒരംഗമാണ് അമേരിക്കയും, എങ്കിൽ തന്നെ രണ്ട് ചേരിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇനി എന്ത് സംഭവവികാസമാണ് നടക്കുന്നത്? അതുപോലെ തന്നെ 10% ഗ്രീൻലാൻഡിനെ കൈയടക്കുവാണെന്നുണ്ടെങ്കിൽ 10% അതിനെതിരെ നിൽക്കുന്നവർക്ക് 10% താരിഫ് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പം യൂറോപ്യൻ യൂണിയൻ പറയുന്നു ഞങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി ഫർദർ സ്റ്റെപ്സുകളൊക്കെ എന്തോ ആണ് ഫർദർ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ജനുവരി 27 നമ്മളുടെ മദർ ഓഫ് ഡീൽസ്, അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഡീല് സൈൻ ചെയ്യുന്നുണ്ട്, കൺഫേം ആയി അത് സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപുമായിട്ടുള്ള അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീൽ ഇങ്ങനെ ഹോൾഡായി നിൽക്കുന്നിടത്തോളം കാലം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസാണ്. അപ്പോൾ അവരായിട്ടുള്ളൊരു കരാർ ഒപ്പിടുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ ചീഫ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈനും ഇപ്പോൾ എല്ലാം കൂടെ ഒരു പോയിന്റിലെത്തിക്കുകയാണ് അല്ലേ. ഈ ഗ്ലോബൽ ന്യൂസുകളും ഈ പോസിറ്റീവ് ന്യൂസുകളും പിന്നെ ഈ ട്രെൻഡ് ലൈനും എല്ലാം കൂടി ഏകദേശം ഒരേ പോയിന്റിലെത്തിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റ് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, അതായത് നമ്മുടെ നിഫ്റ്റിയുടെ തലവര തന്നെ തലവിധി തീരുമാനിക്കുന്ന ഏരിയയാണ് ഈ 25,000, ഈ ട്രെൻഡ് ലൈൻ 25,000, 24, 25, 100 എന്ന് പറയുന്ന ഈ ഏരിയ. അപ്പോൾ നാളെ നമുക്ക് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഈ ഏരിയ, വേറെ ഒന്നും പറയാനില്ല, ഈ ഏരിയ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഫർദറായിട്ട് താഴോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അഥവാ അല്ല നിങ്ങൾക്ക് പുതിയ ലെവലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 മാസം മുന്നേ ഉള്ള നിങ്ങളുടെ എൻ്റെ വീക്കിലി അനാലിസിസ് പോയി നോക്കിയാൽ മതി. സുന്ദരമായിട്ട് 23,800 മുതൽ വരച്ചിട്ടുണ്ട്. നമ്മൾ ഓർമ്മയുണ്ട് 23,800 നമ്മുടെ തലവര 23,800 വെരി ക്രൂഷ്യൽ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെയൊക്കെ ഞാൻ വരകൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വരകളൊക്കെ പോയി നോക്കാം. നമ്മൾ അതൊക്കെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോ നീളം കൂടും. ഇപ്പോൾ തന്നെ 20 മിനിറ്റുള്ള വീഡിയോ 8 മിനിറ്റ് ആൾക്കാർ ടോട്ടലി കാണുന്നു, ആവറേജ് കാണുന്നു. അപ്പോൾ അതങ്ങനെ വലിച്ചിട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ ഏരിയ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് നാളെ നിർണ്ണായകം. ഓക്കെ, അത്ര പറയുള്ളൂ. പക്ഷേ ഇന്ന് ബാങ്ക് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തു. ബാങ്ക് നല്ല രീതിയിൽ രാവിലെയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇന്ന് ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HDFC ആയിരുന്നു പോസിറ്റീവായിട്ട് നിന്നത്. നമ്മളെ ഡ്രാഗ് ചെയ്ത് മുഴുവൻ IT സെക്ടറും റിലയൻസുമാണ് നിഫ്റ്റിയെ ഇടിച്ച് താഴോട്ട് കൊണ്ടുപോയത്. പക്ഷെ അപ്പോൾ തന്നെ HDFC നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എന്നാൽ നോക്കിക്കേ, പോസിറ്റീവ് ഗ്രീനിലാണ് HDFC ക്ലോസ് ചെയ്തത്. ഈ HDFC കൂടെ കാണാൻ തകരുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ 500 പോയിന്റ് പൊട്ടിയേനെ. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം കൊണ്ട് HDFC പിടിച്ചു നിന്നു. ബാക്കി IT സെക്ടർ TCSും ഇൻഫിയും ഒക്കെ നല്ല രീതിയിൽ വീണു. ബാങ്കുകൾ ഫ്ലാറ്റാണ്, നമുക്കത് വലിയ വിഷയമുള്ള കാര്യമല്ല, ഫ്ലാറ്റായിരുന്നു. അതുകൊണ്ട് ഇത്രയെങ്കിലും നിഫ്റ്റി പിടിച്ചു നിന്നത്. അപ്പം വേറെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ അടുത്ത സപ്പോർട്ട് ലെവലിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് അടുത്ത ഒരു 400 പോയിന്റ് വീണില്ല. ആക്ച്വലി 300 പോയിന്റ് നിഫ്റ്റി വീണപ്പോൾ ഒരു 600-700 പോയിന്റ് ബാങ്ക് നിഫ്റ്റി വീണുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി വീണില്ല. ഒരു 480 പോയിന്റിനടുത്ത് ബാങ്ക് നിഫ്റ്റി വീണുള്ളൂ. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. 60,000 നമുക്ക് ടാർഗറ്റ്. ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് 60,000 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, വീണാലും പറന്നാലും ആദ്യം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മളുടെ മിഡ് ക്യാപ്പ്. നമ്മൾ വരച്ച താഴോട്ട് 13,500 താഴോട്ട് വരയില്ലായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്താണ്. കൃത്യമായിട്ട് ആ വരയിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 13,307 301 ഇവിടെ ക്യാൻഡിൽ കാണുന്നെങ്കിലും 307 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ മിഡ് ക്യാപ്പിൻ്റെ ലെവലുകളൊക്കെ ഉണ്ട്. മിഡ് ക്യാപ്പിന് നിങ്ങൾ ലെവലുകൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു 2-3 മാസം പുറകോട്ടുള്ള വീക്കിലി അനാലിസിസ് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ലെവൽസൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇനിയിപ്പം ഞാൻ അടുത്ത 10 ദിവസം നാട്ടിലായിരിക്കും. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് ട്രേഡുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ എങ്കിലും ഞാൻ കഴിവിൻ്റെ പരമാവധി, കാരണം ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും പിന്നെ കുറേ ആൾക്കാർ ഒരു മീറ്റപ്പും ഒക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 10 ദിവസം ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. ഈ 10 ദിവസം ഞാൻ മാക്സിമം ട്രേഡ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും പോകുന്ന വഴിയിലൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ 10 ദിവസം നിങ്ങൾ എന്നെ ഒന്ന് ക്ഷമിക്കണം. നിങ്ങൾക്കറിയാം നാട്ടിൽ വരുമ്പോൾ എന്തൊക്കെയാണ് തിരക്കും കാര്യങ്ങളും. അവിടെയാണ് കുഴപ്പമില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, പല കാര്യങ്ങളും നാട്ടിൽ വന്നതല്ലേ. അപ്പം അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ധൃതിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗസ്റ്റുകൾ കാണാൻ വരും.
ആരെയും നിരാശപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം പരിഗണിച്ച് എന്നോട് സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.